മോഹൻലാലിൻ്റെ സ്വപ്ന സിനിമ, അതായത് ആദ്യത്തെ സംവിധാനമായ ബെറോസാണിത്. കുട്ടികളെ അടക്കം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ വരും, കുടുംബസമേതം വരാവുന്ന രീതിയിൽ എല്ലാവർക്കും കാണാവുന്നൊരു 3D സ്റ്റൈലിലാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വാർത്തകളൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊരു നല്ല സിനിമയാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. ഒപ്പം ആ സിനിമയ്ക്ക് ഈയിടെയായിട്ട് പബ്ലിസിറ്റി വളരെ കുറവാണെന്നുണ്ടോ? എന്താണ് ആ സിനിമയ്ക്ക് പബ്ലിസിറ്റി കുറവുള്ളത്? സാധാരണ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ വരുമ്പോൾ വമ്പൻ പബ്ലിസിറ്റി ഉണ്ടാവാറുണ്ട്. ഈ സിനിമയ്ക്ക് എന്താ പബ്ലിസിറ്റി ഇല്ലാത്തത്? പബ്ലിസിറ്റി കുറഞ്ഞു എന്നുമ്പോൾ ആൾക്കാർ ധരിക്കുക വെച്ചാൽ ഈ പാടത്ര ക്ലച്ച് പിടിക്കില്ലേ, ക്ലച്ച് പിടിക്കാത്തത് കൊണ്ടാണ് പരസ്യം കൊടുക്കാത്തത്, പരസ്യത്തിൻ്റെ പൈസ പോലും ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ശരിയായ രീതി തന്നെയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ മറ്റു പടങ്ങളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് അധികം പബ്ലിസിറ്റി കൊടുക്കാത്തത്? അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വൻ പബ്ലിസിറ്റിയാണ് കൊടുക്കുക. വൻ പബ്ലിസിറ്റി എന്നാൽ മോഹൻലാൽ ഇതുപോലെ മുമ്പൊരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. അങ്ങനെ അതായത് മനുഷ്യൻ വിശ്വസിച്ച് പോയി തിയേറ്ററിലെത്തുമ്പോൾ അത് ഒന്നുമല്ലാത്ത അവസ്ഥ വരില്ലേ, ആ അവസ്ഥയിൽ വരെ പബ്ലിസിറ്റി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പബ്ലിസിറ്റി കണ്ട്